രോഗം ശിഫയാവേണ്ടതാണ്, പക്ഷെ നമുക്ക് ശിഫയാവുന്നില്ല. അള്ളാന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വചനം പഠിച്ചു നോക്കുമ്പോ സർവ്വരോഗത്തിനും ശമനമുണ്ട്. ശിഫ ഇറക്കിയിട്ടല്ലാതെ അള്ളാഹു രോഗത്തെ ഇറക്കില്ല. പനി ഒരു നാട്ടിൽ ഇപ്പൊ കൊറോണ വിഷയം വന്നപ്പോ ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. എല്ലാവർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. ഈ രാജ്യത്ത് ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, മന്ത്രാലയം. കൊറോണ വന്നപ്പോ ആയുഷ് മിനിസ്റ്ററിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, ടീച്ചർക്കല്ല, ഡോക്ടർ ഹർഷവർദ്ധൻ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ പോയി, ഒരു കത്ത് പോയി. മനസ്സിലാക്കണം, കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്. എന്താ ലെറ്റർ? കൊറോണ എന്ന് പറയുന്ന ഇഷ്യൂസ്, കൊറോണ പ്രശ്നം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഔഷധ ശാസ്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയും. ചരിത്രമാണിത്. ഇത് ഗവൺമെന്റ് രേഖയാട്ടോ. ജലീൽ ദാരിമി ഇപ്പം പ്രസംഗിക്കുന്നത് രേഖയിലുള്ള കാര്യമാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ വഴി. ഇതാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി. 20ഓളം ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സിസ്റ്റത്തിലൂടെ ഇതിന്റെ മരുന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും മിനിസ്റ്ററിക്ക് അത് സമർപ്പിക്കുകയും ചെയ്തു. ഒക്കെയും രേഖയാണ്. അതിന്റെ അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോ 2-3 വർഷങ്ങൾ കഴിയേണ്ടി വരും. രാജ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപരമാകുന്ന രൂപത്തിൽ അതിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ അത് കേൾക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഇത്തരം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സർവ്വരോഗത്തിനും ശിഫയുണ്ട്. ശിഫ ഇറക്കാതെ, അപ്പൊ ശിഫ ഇറങ്ങാതെ, ഒരു രോഗത്തിന്റെ മരുന്നിറക്കാതെ അള്ളാഹു ഒരു രോഗത്തെ ഇറക്കില്ല. മനസ്സിലാക്കണം. വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മഖ്ബറ. ഈ മഖ്ബറയുടെ പിറകുവശത്തായി കുന്നിൻ ചെരുവാണ്. ക്യാൻസർ രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള ഔഷധങ്ങൾ അവിടെ സുലഭമാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ചേലോട് മക്കാം എന്ന പേര്. ഇതൊക്കെ അത്ഭുതമാണ്. ഞാൻ ആ ദേശത്തിന്റെ പേരടക്കം, ആ മക്കാമിന്റെ പേരടക്കം എന്തിനാ പറയണത്? നിങ്ങളിൽ അന്വേഷണ താല്പര്യമുള്ളവർ അന്വേഷിക്കട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു ഇത് വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. ഞാൻ സംസാരിക്കുന്നത് അവിശ്വാസികളോടല്ല, ഹദീസ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ. അള്ളാന്റെ ഹബീബിന്റെ വാക്ക് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇതിൽ വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ വർത്തമാനം പറയുന്ന, ഊഹങ്ങൾ പറയുന്നയാളല്ല, കെട്ടുകഥകൾ പറയുന്നയാളല്ല. യന്തിഖു അനിൽ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ. കെട്ടുകഥകൾ, ഊഹം സംസാരിക്കുന്നയാളല്ല. വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹി പ്രകാരം മാത്രമേ അവിടുന്ന് സംസാരിക്കാറുള്ളൂ. ഇത് വിശ്വാസമാണ്, ഇത് അഖീദയാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. നമ്മൾ സുന്നികളാണ്, നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയാണ് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊഹങ്ങൾ പറയില്ല, കെട്ടുകഥകൾ പറയില്ല. അള്ളാഹുവിന്റെ വഹി പ്രകാരം സംസാരിക്കുന്നു.
അലൈക്കും ശിഫാഈൻ, നിങ്ങൾക്ക് രോഗം ശിഫയാവാൻ രണ്ട് വഴികൾ പറഞ്ഞു തരാം. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് ഖുർആനാണ്, ഒന്ന് ഖുർആൻ. അപ്പൊ ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ്. ഹുദൽ ലിന്നാസ്, ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ്, സംശയമില്ല. പിന്നെയോ ഖുൽ ഹുവ ലില്ലദീന ആമനൂ, ഖുർആനിലെ ഒരു ആയത്താണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? വഅദ് കേൾക്കാനിരിക്കുന്നവർക്ക്, നസ്വിഹത്ത് കേൾക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഹുവ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ കിതാബാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. ഖുൽ ഹുവ ലില്ലദീന ആമനൂ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. ആ ലാസ്റ്റത്തെ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹുദം വശിഫാ. ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ഗ്രന്ഥത്തിൽ, അതായത് അള്ളാന്റെ ഖുർആനിൽ, അള്ളാന്റെ കലാമിൽ, ഈ ഗ്രന്ഥത്തിൽ ഹുദൻ, അവർക്ക് ഹിദായത്തുണ്ട്, നേർമാർഗമുണ്ട്. നേർമാർഗം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും വിജയിക്കുന്ന വഴി എന്നാണ് അർത്ഥം. എന്ത് ചെയ്താലും വിജയിക്കുക, എന്ത് തുടങ്ങിയാലും വിജയിക്കുക. കച്ചവടം തുടങ്ങിയാൽ വിജയിക്കും. കാരണം എന്തേ? കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇയാൾ ഖുർആൻ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ കച്ചവടം പൊട്ടിയെന്ന് പരാജയപ്പെടുത്ത്, കച്ചവടം പൊട്ടി എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലാക്കുക, നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ശ്രദ്ധിച്ചിട്ടില്ല. കച്ചവടം തുടങ്ങി, തുടക്കത്തിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു, പിന്നെ പോയി സൂറത്തുൽ ഫത്ഹ് പരിശോധിച്ചു നോക്കുക. വാർദ്ധക്യമാണ്, റാഹത്തെ കുറവ്, സൂറത്തുൻ നസ്ർ പരിശോധിക്കുക. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ അല്ലേ? വിശദീകരിക്കാൻ സമയമില്ലല്ലോ. വാർദ്ധക്യം, വയസ്സായി, 60 വയസ്സായി, വലിയ സമാധാനമില്ല, റാഹത്തില്ല, വീട്ടിൽ പോയ സമാധാനമില്ല, സൂറത്തുൻ നസ്ർ പരിശോധിക്കുക. ചെറുപ്പക്കാരനാണ്, കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കണില്ല, സൂറത്തുൽ കഹ്ഫ് പരിശോധിക്കുക. സൂറത്തുൽ കഹ്ഫ് നോക്കുക. യുവാക്കളോടാ പറയണത്, നിങ്ങൾ ഒരു സ്ഥലത്തും വഴി മുടങ്ങിപ്പോവില്ല. യുവാക്കളോടാണ് പറയണത്. ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്നുവെങ്കിൽ, പല കാര്യങ്ങളും മുടങ്ങിപ്പോവുകയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, സൂറത്തുൽ കഹ്ഫ് പരിശോധിക്കണം. ഗുഹക്കകത്തകപ്പെട്ടു പോയ ചെറുപ്പക്കാരുടെ കസസ് പറയുന്ന, ഗുഹക്കകത്തകപ്പെട്ടു പോകുകയും പാറക്കല്ല് വന്ന് മൂടപ്പെടുകയും ചെയ്ത ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ ചരിതം പറയുന്ന സൂറത്തുൽ കഹ്ഫ് പരിശോധിക്കണം. എൻ്റെ യുവാക്കൾ, ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോ, ചെയ്ത ജോലി റാഹത്തില്ല എന്ന് പറയുമ്പോ, ഗൾഫിൽ പോയിട്ട് റാഹത്തായിട്ടില്ല എന്ന് പറയുമ്പോ, സൂറത്തുൽ കഹ്ഫ് പരിശോധിക്കട്ടെ. വീട്ടിൽ സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് തീരെ റാഹത്തില്ല എന്ന് പറയുന്ന പെൺകുട്ടി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ പരിശോധിക്കട്ടെ. സൂറത്തുൻ നൂർ പരിശോധിക്കണം, സൂറത്തുൻ നൂർ പഠിക്കണം, സൂറത്തുൻ നൂറിനെ സ്വീകരിക്കണം. ആരോടാ പറയണത്? സ്ത്രീകളോടാ പറഞ്ഞത്. യുവാക്കളോട് എന്താ പറഞ്ഞത്? സൂറത്തുൽ കഹ്ഫ് സ്വീകരിക്കാൻ. വാർദ്ധക്യത്തിലെത്തിയവരോട് എന്താ പറഞ്ഞത്? സൂറത്തുൻ നസ്ർ നോക്കാൻ. അപ്പൊ കുട്ടികളോ? സൂറത്തുൽ ലുഖ്മാൻ പരിശോധിക്കണം. അത് ഉമ്മമാരുടെ ബാധ്യതയാണ്, ഉപ്പമാരുടെ ബാധ്യതയാണ്. കുട്ടികൾ ലെവലില്ല, കുട്ടികൾ ശരിയാവണില്ല, പഠിച്ചിട്ട് അവിടെ എത്തണില്ല, മുമ്പോട്ട് വിളിച്ച ബേക്കോട്ടാ പോണത്. സൂറത്തുൽ ലുഖ്മാൻ പരിശോധിക്കട്ടെ, സൂറത്തുൽ ലുഖ്മാൻ പരിശോധിക്കട്ടെ. ഹുദൻ, അപ്പൊ ഖുർആനിൽ എന്താ ഉള്ളത്? ഹുദൻ, ഹിദായത്തുണ്ട്. എന്താ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? പോയെടുത്തൊക്കെ രക്ഷപ്പെടുക. എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? പോയെടുത്തൊക്കെ ജയിക്കുക, പോയെടുത്തൊക്കെ രക്ഷപ്പെടുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹിദായത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥമല്ല പറഞ്ഞട്ടോ, അത് നേർമാർഗം എന്നാണ്. ഇയാളെന്ത് ഈ അർത്ഥം തെറ്റിച്ച് വേദ പറയണമെന്ന് തോന്നണ്ട. അങ്ങനല്ലേ, അർത്ഥം തെറ്റിച്ച് വേദ പറയണമെന്ന് തോന്നണ്ട. അതിന്റെ നതീജ പറഞ്ഞതാണ്, അതിന്റെ എന്താ പറയാ, അതിന്റെ റിസൾട്ട് പറഞ്ഞതാണ്. റിസൾട്ട്
അപ്പൊ ഞാനെന്താ പറഞ്ഞത്? ഖുൽ ഹുവലില്ലദീന ആമനൂ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ആരോട്? വിശ്വാസികളോട്. എന്താ വിശ്വാസം? ഇത് അള്ളാന്റെ കലാമാണ് എന്ന വിശ്വാസമുള്ളവരോട്, ഈ ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഹുദൻ, അവിടെ ജീവിത വിജയത്തിന്റെ വഴി അതിലാണുള്ളത്. വശിഫാ, നമ്മുടെ വിഷയം അതാണ്. വശിഫാ, അവരെ പിടികൂടിയ രോഗത്തിന്റെ ശിഫ ഖുർആനിലുണ്ടെന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ പിടികൂടിയ രോഗത്തിന്റെ ശിഫ പരിശുദ്ധ ഖുർആനിലുണ്ടെന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഖുർആനിലെ ആയത്താണ്. ഇത് ഖുർആൻ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്താണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? രോഗം ശിഫയാവാൻ 2 വഴികൾ. അതിലൊന്ന് ഖുർആൻ, അതിലൊന്ന് ഖുർആൻ. അപ്പൊ ഖുർആനിലെ ഒരു ആയത്ത് നമ്മുടെ ഒരുവിധം കണ്ട രോഗമൊക്കെ ശിഫയാവാൻ സഹായിക്കുന്ന ഒരു ആയത്ത് നമ്മൾ ഈ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പഠിച്ചു. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. നിങ്ങൾ ഒരാഴ്ച കൊണ്ട്, ചിലപ്പോൾ 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഒന്നുമില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് 2 കൈയും, ഈ 2 കൈയും നമ്മൾ ദുആ ചെയ്യാൻ പിടിക്കുമല്ലോ. പ്രഷറിന്റെ കംപ്ലൈന്റ് ഉള്ള, മാനസിക അസ്വസ്ഥതയുള്ള, എപ്പോഴും ബേജാറുള്ള, എപ്പോഴും ടെൻഷനുള്ള, എപ്പോഴും വെപ്രാളം കാണിക്കുന്ന ആളുകളോടായി പറയണത്, മാനസിക അസ്വസ്ഥതക്ക്, മനഃശാന്തിക്ക് ഖുർആൻ എന്ന വിഷയം പറയുമ്പോൾ മാനസിക അസ്വസ്ഥത കൊണ്ട് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുന്നത് ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് ആണ്. അപ്പൊ അതിനെ പരിഹരിക്കുക. ആദ്യം അതിനെ പരിഹരിക്കണം. അപ്പൊ ദാ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 2 കൈയും ദുആ ചെയ്യാൻ നമ്മളിങ്ങനെ പിടിക്കൂലേ, ഇത് പ്രകാരം പിടിക്കണം. എന്നിട്ട് തലയിൽ അമർത്തി വെക്കണം. ഞാൻ പല സദസ്സിലും ഇത് പറഞ്ഞു കൊടുത്തതാണ്. തലയിൽ അമർത്തി വെക്കണം. നിസ്കാര ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. തലയിൽ 2 കൈയും അമർത്തി വെച്ചുകൊണ്ട്, ഇതാണ് ഇതിന്റെ രൂപം. നെറ്റിയുടെ മുകളിൽ, ചില ആൾ തെറ്റിച്ചിട്ട് നെറ്റിയുടെ മുകളിൽ വെക്കും, ചില ആളുകൾ തെറ്റിച്ചിട്ട് നെറ്റിയുടെ മുകളിൽ വെക്കും. പറ്റൂല. തെറ്റിച്ച് വെക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി, രോഗം ശിഫയാവാൻ വേണ്ടി, ശരീരത്തിന്റെ കരുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി, പ്രതിരോധ ശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി, പ്രഷറിന്റെ കംപ്ലൈന്റ് എവറി ടൈം, എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി, എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി കരുതിക്കൊണ്ട് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, ഈ ആയത്ത് പാരായണം ചെയ്യുന്ന വേളയിൽ അത് കയ്യിലൂതിയിട്ട് തടവുകയല്ല വേണ്ടത്. ഈ സമയത്ത് നിങ്ങളുടെ 2 കരങ്ങളും തലയുടെ 2 നെറുകയിൽ, 2 നെറുക എന്ന് പറയും. ഈ പെണ്ണുങ്ങളൊക്കെ പഴയ കാലത്ത് മുടിവാരില് 2 നെറുക, എന്താ പറയലിടാ, മാറ്റമുണ്ടോ? വാക്ക് മാറ്റമുണ്ടോ? നെറുക എന്ന് പറയാ. ഇങ്ങനെ 2 സൈഡാക്കിയിട്ടാ വാര. എന്നതുപോലെ ഇത് 2 മുട്ടണ്ട കേട്ടോ. കൈ 2 മുട്ടേണ്ടതില്ല. കൈ 2 മുട്ടേണ്ടതില്ല. മുട്ടിപ്പോയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെറ്റിയുടെ മുകളിൽ കൈ ഇങ്ങനെ വരരുത്. ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്ര അത്ഭുതകരമായ വേഗത്തിൽ നിങ്ങളിൽ ഇതിന്റെ റിസൾട്ട് ഉണ്ടായി തീരും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.